റിയാസ്, എല്ലാവരും ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ബാലേട്ടനെ ബദ്ദൻ എന്താണ് വിളിച്ചോണ്ടിരുന്നത് അറിയാം? പോട്ടടാ ബാലേട്ട. എടാ ബാലേട്ട. എന്താണ് ബാലേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ? ബാലേട്ടൻ എന്ന് പറഞ്ഞ ഈ ദിസ് ഫിലിം ആണ് എന്നെ ഇത്രയും ഫേമസ് ആക്കിയത്. തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ എല്ലാ ലാംഗ്വേജിലേക്കും എന്നെ ഇത്രയും അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആക്കിയത് ബാലേട്ടനിലൂടെയാണ്. ബാലേട്ടൻ കാണാത്ത ആൾക്കാരില്ല, കേരളത്തിൽ മാത്രമല്ല. എനി ലാംഗ്വേജ്, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ, എനി ലാംഗ്വേജ് ഈ സിനിമ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. ആൻഡ് എല്ലാവർക്കും ആ പടം റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ദെൻ അവരെല്ലാവരും ഒന്ന് തിങ്ക് ട്വൈസ്, റീമേക്ക് ചെയ്താൽ അത് ശരിയാകുമോ എന്ന്. ഇത്രയും സുന്ദരനായ റിയാസിനെ എന്തിനാണ് ഒരു വില്ലനായിട്ട് ബാലേട്ടനിൽ കൊണ്ടുവന്നത്? വില്ലൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേറെ ലുക്കുണ്ട്, ഒരു 5-8 മസിലും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ചോക്ലേറ്റ് ബോയ് തന്നെ ഇത്. കാരണം ഇയാളുടെ അനിയത്തിയെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ വരണമെങ്കിൽ, അത് മാത്രമല്ല ഇയാൾ പോയി അച്ഛൻ്റെ രണ്ടാമത്തെ ബന്ധത്തിൽ ആ കുട്ടികളെ അവിടെ പോയിട്ട് അയാൾ കയ്യിലാക്കണമെങ്കിൽ കുറച്ചൊരു റൊമാൻറ്റിക് ആയിരിക്കണം, കാണാനും ഒരു ചോക്ലേറ്റ് കക്ഷിയായിരിക്കണം എന്നൊക്കെ തോന്നിയുണ്ട് റിയാസിനെ പോലെ. പക്ഷേ റിയാസ് വലിയ വില്ലനാണ്, എല്ലാവരെയും പേടിപ്പിക്കുന്ന ആളാണ്, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ റിയാസിനെ വളരെ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മുതൽ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? ആണ് സാർ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എൻ്റെ മടിയിൽ ചെറിയ കുട്ടിയായിട്ട് കാറിൽ കിടന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് പോട്ടെ, അതൊക്കെ പിന്നെ പറയാം. ലാലേട്ടൻ, ഈ ബാലേട്ടൻ എന്നുള്ള കഥാപാത്രം എത്രത്തോളം, ഹൗ വാസ് ഇറ്റ് ഫോർ യു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ എനിക്കിട്ടൊരു പണി തന്നാണെന്ന്. പക്ഷെ അതല്ല, അത് ഒരു മകൻ്റെ ധർമ്മമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റ്, എപ്പോഴും അത് ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ജീവിതകാലം മുഴുവൻ അയാളെ അതിനെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ബാലേട്ടൻ ആകപ്പാടെ ഒരു പ്രത്യേക ഒരു വിഷമവൃത്തത്തിലാണ് നിന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഓക്കെ, അതിലേറ്റവും അതിമനോഹരമായ ഒരു രംഗമെന്ന് പറയുന്നത് അച്ഛൻ പോയതിന് ശേഷം ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ആ പാട്ടാണ്. അത് തീർച്ചയായിട്ടും ഗിരീഷ് പുത്തഞ്ചേരിയെ നമ്മൾ ഓർക്കുന്നു, ജയചന്ദ്രനെ ഓർക്കുന്നു, അതുപോലെ ഈ ബാലേട്ടൻ നിർമ്മിച്ച എം മണി സാറിനെ ഓർക്കുന്നു.